പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. അപ്പോസ്തലൻ പറയുകയാണ്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. ഒരു വ്യക്തിയോട് നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ, ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല, ആ തെറ്റിനെ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ഒരു അപമാന വിഷയമാക്കാതെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നും കൂടിയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതിനെ വ്യക്തമായി നമുക്കൊരു ഉദാഹരണം കാണാൻ കഴിയും. യേശുക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ട് തന്നെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോകുന്ന ആരാണെന്നും യൂദ അടുത്ത സമയങ്ങളിൽ തന്നെ ഒറ്റുമെന്നെല്ലാം തനിക്ക് ബോധ്യമുണ്ടായിട്ടും ആ പെസഹ ആചരിക്കുന്ന സമയത്ത് യേശു അവൻ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് യൂദയാണെന്ന് മറ്റുള്ളവർക്ക് അറിയാതിരിക്കാൻ അപ്പം ചാറ്റിൽ മുക്കി യൂദയ്ക്ക് കൊടുത്ത് പറയുകയാണ്, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക. എന്നാൽ തനിക്ക് വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ യേശുവിന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ഒരു അപമാന വിഷയമാക്കാതെ കർത്താവ് അവന്റെ ദൗത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിടുന്ന യേശുവിനെ കാണാൻ കഴിയും. ഇതേപോലെ തന്നെ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുക എന്നുള്ളതല്ല, പക്ഷേ പറയേണ്ടത് സ്നേഹത്തോടെ പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപമാന വിഷയമാക്കി ഒരു വ്യക്തിയെ മാറ്റാതെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മേഖലയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായാൽ ഒരു പക്ഷേ നാളുകളിൽ അവർ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കടന്നു വന്നാൽ അവർ വീണ്ടും ദൈവരാജ്ഞനെ പ്രയോജനപ്പെടുവാനിടയാക്കും. ഈ ദിവസങ്ങളിൽ ആ നിലവാരത്തിൽ കർത്താവ് കാണിച്ച മാതൃക നിൽപ്പാണ്. കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ.